ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. തിങ്കിങ് ഹാർട്ട് സിസ്റ്റം. തിങ്കിങ് ഇതൊക്കെ പുതിയതായിട്ട് വരുന്ന കേട്ടോ. ഈ കൺസെപ്റ്റൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണേ. ഇതൊക്കെ ഈ പുതിയ സിലബസിനകത്ത് വരുമ്പോൾ ഇതൊക്കെ എടുത്തു കളയായിരിക്കും. എന്നാലും ഇത് പഠിച്ചു വെക്കണമല്ലോ. തിങ്കിങ് ഹാർട്ട് സിസ്റ്റം. എ വൈറ്റ് ഹാർട്ട്, വൈറ്റ് ഹാർട്ട്. ബി റെഡ് ഹാർട്ട്, റെഡ് ഹാർട്ട്. സി ബ്ലാക്ക് ഹാർട്ട്, ബ്ലാക്ക് ഹാർട്ട്. ഡി ഗ്രീൻ, ഗ്രീൻ ഹാർട്ട്. വൈറ്റ്, റെഡ്, ബ്ലാക്ക്, ഗ്രീന് ഹാർട്ട്, തൊപ്പി. അടുത്ത കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ്. ലിസ്റ്റ് 2 കൺസെപ്റ്റ് ആൻഡ് ഐഡിയാസ്. 1 ജഡ്ജ്മെൻറ്റ് ആൻഡ് കോഷൻ. ജഡ്ജ്മെൻറ്റ് ആൻഡ് കോഷൻ. ദ ലോജിക്കൽ നെഗറ്റീവ്, ദ ലോജിക്കൽ നെഗറ്റീവ്. 2 ഡാറ്റ ഗാദറിംഗ് ഫാക്ട്സ് ഫിഗേഴ്സ്. എഴുതാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ഡാറ്റ ഗാദറിംഗ് ഫാക്ട്സ് ഫിഗേഴ്സ്. ഇൻഫർമേഷൻ നീഡ്സ് ആൻഡ് ഗ്യാപ്സ്. ഇൻഫർമേഷൻ നീഡ്സ് ആൻഡ് ഗ്യാപ്സ്. 3 പ്രൊവക്കേഷൻസ്, പ്രൊവക്കേഷൻസ്. Alternatives and creativity proposals. Alternatives and creativity proposals. Creativity proposals. 4 intuition and emotions. Intuition and emotions. ഇത് നേരിട്ടുള്ള ചോദ്യമാണ്. ഡോക്ടർ എഡ്വാർഡ് ഡി ബോണോസ് 6 തിങ്കിങ് ഹാർട്ട്സ്. ഡോക്ടർ എഡ്വാർഡ് ഡി ബോണോ, എഡ്വാർഡ് ഡി ബോണോയുടെ 6 തിങ്കിങ് ഹാർട്ട്, 6 ചിന്തിക്കുന്ന ഹാർട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് A2, B4, C1, D3, A2, B4, C1, D3. ഈ പറഞ്ഞിരിക്കുന്ന 6 തിങ്കിങ് ഹാർട്ട്സിൽ 4 ഇപ്പോൾ ഇവിടെ ഉള്ളല്ലോ. ബാക്കിയൂടെ എഴുതി വെച്ചോ, അല്ല എല്ലാം ഒന്ന് എഴുതി വെച്ചോ. ഒന്നാമത്തേത് പറഞ്ഞ റെഡ് ഹാർട്ട്, റെഡ് ഹാർട്ട് ഹൈഫൺ. ഇൻറ്റ്യൂഷൻ, ഇൻറ്റ്യൂഷൻ. ഹഞ്ചസ്, HUNCHES. ഇൻറ്റ്യൂഷൻ, ഹഞ്ചസ് ആൻഡ് ഫീലിങ്സ്. ഇൻറ്റ്യൂഷൻ, ഹഞ്ചസ് ആൻഡ് ഫീലിങ്സ്. ഫീലിങ്സ്. വൈറ്റ് ഹാർട്ട്, വൈറ്റ് ഹാർട്ട്. ഇൻഫർമേഷൻ അവൈലബിൾ ആൻഡ് നീഡഡ്. ഇൻഫർമേഷൻ അവൈലബിൾ ആൻഡ് നീഡഡ്, നീഡഡ്. ഫാക്ട്സ് ആൻഡ് ഡാറ്റ. ഫാക്ട്സ് ആൻഡ് ഡാറ്റ. വൈറ്റ് ഹാർട്ട്. യെല്ലോ ഹാർട്ട് ബെനഫിറ്റ്സ്, വാല്യൂ ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ്. വാല്യൂ ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ്. ബ്ലാക്ക് ഹാർട്ട്, ബ്ലാക്ക് ഹാർട്ട്. കോഷൻ, കോഷൻ. ഡിഫിക്കൽട്ടീസ്, ഡിഫിക്കൽട്ടീസ്. റിസ്ക്, റിസ്ക്, റിസ്ക് ആൻഡ് വീക്ക്നെസ്സസ്, വീക്ക്നെസ്സസ്. അടുത്ത ഗ്രീൻ ഹാർട്ട്, ഗ്രീൻ ഹാർട്ട്. ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. ലാസ്റ്റ് വൺ ബ്ലൂ ഹാർട്ട്, ബ്ലൂ. മാനേജിങ് ദ തിങ്കിങ്, മാനേജിങ് ദ തിങ്കിങ്. ഫോക്കസ്, ഫോക്കസ്, കോമ സമ്മറി. മാനേജിങ് ദി തിങ്കിങ്, ഫോക്കസ്, കോമ സമ്മറി, സമ്മറി.
അതുപോലെ പഠിച്ചാൽ മതി കേട്ടോ. കാര്യം അങ്ങനെ തന്നെയല്ലേ വന്നിരിക്കുന്നത്, അതുപോലെയാണ് വന്നിരിക്കുന്നത്. ചോദ്യത്തിലേക്ക് പോട്ടെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. എഴുതി കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസ്റ്റ് 1 and 2 ആണ്. ലിസ്റ്റ് 1 and 2 ആണ്. എഴുതിക്കോളൂ. എ, ലേ ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ. ലേ ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ. ബി, മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. മെയിൻറ്റെയിനിങ് ദി ക്വാളിറ്റി ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സി, മെയിൻ്റെനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ. മെയിൻ്റെനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ. ഡി, ആക്സസ് ടു ക്വാളിറ്റി and affordable medical education. ലിസ്റ്റ് 1 എഴുതി കഴിഞ്ഞോ? നിങ്ങളെല്ലാവരും എഴുതുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകത്തേ ഉള്ളൂ കേട്ടോ. എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നിർത്തി പറയുന്നത്. എഴുതി കഴിഞ്ഞാൽ നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കുന്നുള്ളതാണ്. ലിസ്റ്റ് 2 ഒന്നുകൂടി പറയണം. ഒന്ന്, എ, ലേ ഡൗൺ ദി സ്റ്റാൻഡേർഡ്സ് ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ. ബി, മെയിൻറ്റെയിനിങ് ദ ക്വാളിറ്റി ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. സി, മെയിൻ്റെനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ടീച്ചർ എഡ്യൂക്കേഷൻ. ഡി, ആക്സസ് ടു ക്വാളിറ്റി ആൻഡ് അഫോർഡബിൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ. എഴുതി. ഓക്കെ. ലിസ്റ്റ് 2 NCTE 2, AICTE 3, NMC, D, BCI. അപ്പോൾ ഇത് 4 എണ്ണമാണ് തന്നിരിക്കുന്നത്. ചേരുമ്പടി ചേർക്കാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ലിസ്റ്റ് 1 and 2 ചേരുമ്പടി ചേർക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. പറ്റുന്നുണ്ടോ? എന്താണെന്ന് എക്സ്പ്ലനേഷൻ എഴുതി വെച്ചോ ആദ്യം. ഒന്നാമത് തന്നിരിക്കുന്നത് BCI കുറിച്ചാണ് കേട്ടോ. ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അണ്ടർലൈൻ ചെയ്യുക. ഒന്നാമത്തെ പോയിന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. പറഞ്ഞു തന്നല്ലേ പൊളിറ്റി ഇതിൽ പറഞ്ഞപ്പോൾ പറഞ്ഞതല്ലേ. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമമായത് അല്ലേ. ഗവൺമെൻറ് 2 സഭകളും ഒപ്പൊക്കെ ഇട്ട് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കി കൊണ്ടുവരുന്നൊരു കാര്യമാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത്. എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി സെക്ഷൻ 4 ഓഫ് അഡ്വക്കേറ്റ്സ് ആക്ട്. സെക്ഷൻ 4 ഓഫ് അഡ്വക്കേറ്റ്സ് ആക്ട് 1961. that regulates the legal practice and legal education. ഓക്കെ. അടുത്ത രണ്ടാമത്തെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ആ പേര് തന്നെ നോക്കൂ. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അതിന് അതും എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് പ്രത്യേകം ഓർക്കണം. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് നാഷണൽ ലെവൽ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ.
അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ ഇത് എന്താണ്? നാഷണൽ ലെവൽ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്, ICTE. നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞില്ലേ, സ്വയത്തിനകത്ത് ആക്സസ് ഇക്വിറ്റി ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ വരാറുണ്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് ആ സൈഡിൽ ഇങ്ങനെ, അതുമായി ബന്ധപ്പെട്ടല്ല, കണ്ടാൽ അതുപോലെ ഇരിക്കും, മറ്റേ ഇരട്ടപ്പിള്ളേരെ പോലെ എന്ന് പറയത്തില്ലേ. മെയിൻ ഗോൾസ് ഓഫ് ഹയർ എഡ്യൂക്കേഷനകത്ത് ആക്സസ് ഇക്വിറ്റി ക്വാളിറ്റി ആൻഡ് എക്സലൻസ് അതുകൂടെ എഴുതി വെച്ചോ, ആ സൈഡിൽ എഴുതി വെച്ചോ. ഹയർ എഡ്യൂക്കേഷൻ്റെ കീ എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നതാണ് ആക്സസ് ഇക്വിറ്റി ക്വാളിറ്റി ആൻഡ് എക്സലൻസ്, റെലവൻസ്, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. 5 എണ്ണമാണ് തന്നിരിക്കുന്നത് കേട്ടോ, പഠിച്ചു വെക്കണേ. ക്വാളിറ്റി ആൻഡ് എക്സലൻസും അതിൻ്റെ കൂടെ റെലവൻസ് ആയിരിക്കണം. അത് റെലവൻസ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. അപ്പോൾ ഇതും മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട് കേട്ടോ. മെയിൻ ഗോൾസ് എന്ന് പറയാം, മെയിൻ ഗോൾസ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? AICTE അല്ലേ? അത് ഞാനത് ക്ലാസ് എടുത്തില്ലായിരുന്നു. AICTE ക്ലാസ് എടുത്തതല്ലേ? 1943 ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ കമ്മിറ്റി എന്ത് ചെയ്തു? CAB ഒരു അതെന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂട്ടഡായി. പിന്നെ 44 സർജൻ്റെ റിപ്പോർട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് 1945 AICTE എന്ത് ചെയ്തു? ഫോം ചെയ്തു. 1945 AICTE ഫോം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 86 കുറേ മാറ്റങ്ങളൊക്കെ വരുന്നു. 86 എന്ത് ചെയ്തു? നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ വരുന്നു. അപ്പം AICTEയിൽ കുറേ പ്ലാനിങ് അവരുടെ പേരിലും വന്നിട്ടുണ്ട്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഫോർ പ്ലാനിങ്, ഫോർമുലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി അഷുറൻസ് ത്രൂ അക്രഡിറ്റേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഫണ്ടിങ്, പ്രിയോറിറ്റി ഏരിയാസ്, മൈനോറിറ്റി ആൻഡ് ഇവാലുവേഷൻ, മെയിൻറ്റെയിനിങ് പാർട്ടി ഓഫ് സർട്ടിഫിക്കേഷൻ ആൻഡ് അവാർഡ്സ്, ദ മാനേജ്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ദ കൺട്രി. ഇത്രയും കാര്യങ്ങൾ 1986 എന്തിൽ വരുന്നു? നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനിൽ AICTEക്ക് വേണ്ടി വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. പിന്നെ 87 എന്ത് വന്നത്? 1945 ഫോം ചെയ്ത ഇത് AICTE ഒരു സെറ്റപ്പിലേക്ക് വരുന്നത്, അതായത് കെയിം ഇൻ ഫോഴ്സ് എന്ന് പറയാവുന്നത് 1987 അവിടെ അതിനകത്ത് എന്തൊക്കെ പ്രോഗ്രാംസ്, ഡിഫറെൻറ്റ് ലെവൽ പ്രോഗ്രാംസ് അതിനകത്ത് വരുന്നുണ്ട്. ട്രെയിനിങ്ങും റിസർച്ചും വരുന്നുണ്ട്. എഞ്ചിനീയറിങ്, ടെക്നോളജി, ആർക്കിടെക്ചർ, ടൗൺ പ്ലാനിങ്, ഫാർമസി, മാനേജ്മെൻറ്റ്, അപ്ലൈഡ് ആർട്സ്, എക്സെട്ര. അപ്പോൾ അതിൽ വരും. പിന്നെ അതുപോലെ AICTEയുടെ കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒന്ന്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അത് ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്, ഇപ്പോഴല്ല കുറച്ച് മുന്നേ. അപ്പോൾ അത് ന്യൂഡൽഹിയാണ് AICTEയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ റീജിയണൽ ഓഫീസസ് 10 പ്ലേസസിലുണ്ട്. മുംബൈ, ചെന്നൈ, ബംഗളൂരു, ഭോപ്പാൽ, ചണ്ഡീഗഡ്, അതുപോലെ കാൺപൂർ, കൊൽക്കത്ത, ഹൈദരാബാദ്, ഗുവാഹട്ടി, തിരുവനന്തപുരം. ഇത്രയിടത്ത് AICTEക്ക് പ്ലേസിൽ എന്തുകൊണ്ട് റീജിയണൽ ഓഫീസസും ഉണ്ട്. അതിൻ്റെ നോട്ട് ഞാൻ തന്നെയാണല്ലോ. അടുത്തത് എന്താണ്? മൂന്നാമത്തത് NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. TE എന്ന് കണ്ട ഉടനെ ഓർത്തോണം എന്താണ്? ടീച്ചേഴ്സ് എഡ്യൂക്കേഷനാണ്. TE ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതെപ്പോഴാണ്? അത് പിന്നെ സെറ്റപ്പ് ഇന്ത്യൻ ഗവൺമെൻറ് സെറ്റപ്പ് ചെയ്ത് അണ്ടർ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട് വേണം എഴുതി വെച്ചോ. ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ് സെറ്റപ്പ് അണ്ടർ ദി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആക്ട്. 1993 1993 In 1995 is to formally oversee standards, procedures and processes in the Indian education. 1993 ഇത് ആക്ട് പ്രകാരം ഉണ്ടാക്കുമ്പോൾ സമയത്ത് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയി എന്ന് പറയും. അത് കഴിഞ്ഞതൊരു സെറ്റപ്പ് ആവാനുള്ള സമയം എടുത്തത് 1995 അന്ന് മുതൽ അവരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്നത്. ഏത്? ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് അവർ നോക്കാൻ തുടങ്ങി. നെക്സ്റ്റ് വൺ, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ഒരു 2 വരി വിട്ടിട്ട് എഴുതണേ.
2 വരി വിട്ടിട്ട് എഴുതണേ. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇന്ത്യൻ റെഗുലേറ്ററി ബോഡിയാണ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. റെഗുലേറ്ററി ബോഡിയാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, 33 മെമ്പേഴ്സ് ഉണ്ട്. ബോഡി ഓഫ് 33 മെമ്പേഴ്സ് വിച്ച് റെഗുലേറ്റ്സ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. 33 മെമ്പേഴ്സ് ഉണ്ട് വിച്ച് റെഗുലേറ്റ്സ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽസ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽസ്. It replaced the Medical Council of India on 25 September 2020. It replaced the Medical Council of India on 25 September 2020. നിങ്ങൾ കണ്ടായിരുന്നോ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു ലോഗോ ഇന്ന് വന്നത്? ഭാരത് എന്ന് എഴുതിയിട്ട് ഭഗവാന്റെ ചിത്രമൊക്കെ വെച്ചിട്ടൊരു ലോഗോ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് പ്രധാനമായിട്ടേ ഈ പോർഷനിൽ നമുക്ക് വരാവുന്ന ഒന്നാണ് AIU. AIU പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ ഭാഗം പഠിപ്പിച്ചപ്പോൾ, ഇല്ലെങ്കിൽ എഴുതി വെച്ചോ AIU. അതും പരീക്ഷയിൽ ചോദ്യം വരും കേട്ടോ. AIU എന്ന് കാണുമ്പോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണത്. ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ അസോസിയേഷനാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാത്തിനും കൂടെ ഒരു അസോസിയേഷനുള്ളത് ഇതാണ്. ഈ ഐഡിയ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് വൈസ് ചാൻസലേഴ്സ് കോൺഫറൻസ് അറ്റ് ഷിംലയിൽ നടന്നൊരു വൈസ് ചാൻസലർമാരുടെ കോൺഫറൻസിൽ വെച്ചാണ് 1924. ഇത് പിന്നെ ലോഡ് റീഡിങ് കൺവെൻഡ് ചെയ്തത് അന്ന് എന്തായിരുന്നു, ആ കാലയളവിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അപ്പം ആ സമയത്ത് ലോഡ്സ്, ഇവിടെ പ്രഭുക്കന്മാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ലോഡ് റീഡിംഗ് ആണ് ഇത് എന്താ പറയുന്നത് കൊണ്ടുവരുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രസൻറ്റ് നെയിം വന്നത് 1973 ഐഡിയ കൊണ്ടുവന്നത് ഷിംലയിലെ 1924 വൈസ് ചാൻസലേഴ്സ് കോൺഫറൻസിലാണ്. ഈ പേര് AIU എന്നുള്ള പേര്, ഇന്ത്യ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി പേര് 1973. പിന്നെ ഇത് പ്രധാനമായിട്ടും മെമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ്, ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് INI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് INI, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്. ഇവരെല്ലാം ഇതിനകത്ത് മെമ്പേഴ്സാണ്. എല്ലാ യൂണിവേഴ്സിറ്റീസും ഇതിനകത്ത് മെമ്പേഴ്സാണ്, പ്രൈവറ്റ്, സെൻട്രൽ എല്ലാം. അതുപോലെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് പ്രൊവിഷൻ ഓഫ് ഗ്രാൻഡിങ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് ടു യൂണിവേഴ്സിറ്റീസ് ഓഫ് നെയ്ബറിങ് കൺട്രീസ്. നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികൾക്കും ഇവിടെ എന്ത് ചെയ്യാം, മെമ്പർഷിപ്പ് എടുക്കാം. അങ്ങനെ ഒരു പ്രൊവിഷനും ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെയ്ബറിങ് കൺട്രീസിൽ നിന്ന്, അതായത് ഇപ്പം എന്താ പറയുക, ചൈനയിലോ നേപ്പാളോ നമ്മളുടെ സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങൾക്ക് ഇവിടെ AIUവിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റീസ് ഹാൻഡ് ബുക്ക് ഇറക്കുന്നുണ്ട്, റിസർച്ച് പേപ്പേഴ്സിൻ്റെ ഇറക്കുന്നുണ്ട്, വീക്ക്ലി ജേണൽ, ടൈറ്റിൽ യൂണിവേഴ്സിറ്റി ന്യൂസൊക്കെ ഇറക്കുന്നുണ്ട് കേട്ടോ. കുറേ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. INI എന്ന് പറഞ്ഞില്ലേ, INI എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഈ INIയുടെ മോസ്റ്റ് ഓഫ് സച്ച് INIs ആർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, ഇതൊക്കെ INIയുടെ ഇതിൽ വരുന്നത് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി NIT, ഇതൊക്കെ ഇവരിൽ INI എന്ന് പറയുന്ന ഇതിനകത്താണ് വരുന്നത്. ആൻസർ എന്തുവാണ്? ആൻസർ കിട്ടിക്കഴിഞ്ഞാണല്ലോ ഇപ്പോൾ. മെഡിക്കൽ എഡ്യൂക്കേഷൻ മനസ്സിലായി, ടീച്ചർ എഡ്യൂക്കേഷൻ മനസ്സിലായി, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മനസ്സിലായി, ലീഗലും മനസ്സിലായി. നീ ഞാൻ പറയണോ ആൻസർ? മനസ്സിലായില്ലേ? 4 മനസ്സിലായില്ലേ? വാട്ട് ഈസ് ഇതർനെറ്റ്? ETHERNET, ഇതർനെറ്റ് ICT എന്നുള്ള ഭാഗമാണ്. ഓപ്ഷൻ എ കൊളീഷൻ ഡിറ്റൻഷൻ പ്രോട്ടോക്കോൾ. കൊളീഷൻ ഡിറ്റൻഷൻ പ്രോട്ടോക്കോൾ. B, a protocol used by many wired LANs. A protocol used by many wired LANs. LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് ഫുൾ ഫോം കേട്ടോ. C, a protocol used for address translation. D, a security protocol. അറിയാമോ നോക്കിക്കേ. ഓപ്ഷൻ
ABCD. ബി ആണ് കേട്ടോ, സമയം കളയുന്നില്ല ഞാൻ. ബി ആണേ. അതായത് നമ്മുടെ ലാനിന് വേണ്ടി പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നതാണ് എതർനെറ്റ്. ETHERNET. ഇതർനെറ്റ് ഈസ് ദി ട്രഡീഷണൽ ടെക്നോളജി ഫോർ കണക്റ്റിംഗ് ഡിവൈസസ് ഇൻ എ വയേർഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഓർ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. രണ്ടെണ്ണത്തിനും, ലാനിനും വാനിനും, WAN വാനിനും ലാനിനും ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഇതർനെറ്റ് എന്ന് പറയുന്നത്. It enables devices to communicate with each other via a protocol which is set of rules or common network language. ആ ഒരു കോമൺ നെറ്റ്വർക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു റൂൾസ് ഉണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈ പ്രോട്ടോക്കോൾ പാലിച്ചിട്ടാണത് ഒരു തമ്മിൽ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ തൊട്ടടുത്തുള്ള നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ ഒരു അക്ഷയ സെൻറ്ററിലൊക്കെ പോയാൽ കണ്ടില്ലേ, കമ്പ്യൂട്ടറുകളുടെ എല്ലാം വയർ അങ്ങോട്ട് കണക്റ്റഡ് ആണ്. അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ദൂരത്തിലേക്ക്, ഒരു പ്രദേശത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അത് വ്യാപിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നെറ്റ്വർക്കുകൾ രണ്ടെണ്ണമാണ് ഉള്ളത്. പിന്നെ Ethernet describes how network devices format and transmit data so other devices on the same LAN or campus network can recognize, receive and process the information. ഇതിൻ്റെ ഈ ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ റൂളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യം, ഇപ്പം ഞാൻ ഉദാഹരണം പറയുന്നത്, നമ്മൾ ഡാറ്റ എന്തെങ്കിലും ഒരു കാര്യം സെൻഡ് ചെയ്യുക, ഡാറ്റകളായിട്ട് സെൻഡ് ചെയ്യുന്ന, അതൊക്കെ എന്ത് ചെയ്യുന്നു, അത് റെക്കഗ്നൈസ് ചെയ്ത് ആ ഒരു ഐഡിയയിൽ അല്ലെ ആ ഒരു പറയുന്ന ആ ഒരു URL ഒക്കെ അങ്ങനെ തന്നെയുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, പോകുന്നു കേട്ടോ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ഇതർനെറ്റ് കേബിൾ ഈസ് ഫിസിക്കൽ എൻകേസ്ഡ് വയറിംഗ് ഓവർ വിച്ച് ഡാറ്റ ട്രാവൽസ്. അപ്പോൾ ഇതർനെറ്റ് കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു എൻകേസ്ഡ് വയറിംഗ് വിത്ത് ഡാറ്റ ട്രാവൽസ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോകാമല്ലോ. ആൻഡ് എക്സ്ട്രേനിയസ് വേരിയബിൾ ഈസ് ഓൾസോ നോൺ ആസ് എ ആർട്ടിഫാക്റ്റ് contiguous factor. CONTIGUOUS. contiguous factor. C dependent. D intervener. എക്സ്ട്രേനിയസ് വേരിയബിൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു റിയൽ ലൈഫായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വരുന്നതാണ് അല്ലേ. ഞാൻ പറഞ്ഞു തന്നത് വളരെയധികം ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, പുറത്തുനിന്ന് ബാധിക്കാം. അപ്പോൾ ഈ പുറത്തുനിന്ന് ബാധിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നില്ല, ഒരു ഓർമ്മപ്പെടുത്താണ്, ഒരു കുട്ടി പഠിക്കുന്നില്ല. ആ കുട്ടിയുടെ നമ്മൾ പറയണം ആ കുട്ടി പഠിക്കാത്തതിൻ്റെ കാരണം ആ കുട്ടിക്ക് ബുദ്ധിയില്ല. പക്ഷേ ആ കുട്ടിക്ക് നല്ല ബ്രില്യൻ്റ് ആയിരിക്കും. അപ്പോൾ ബുദ്ധി ഇല്ലാത്തത് മാത്രമല്ല അതിൻ്റെ കാരണം, എൻ്റെ വീട്ടിൽ അതിൻ്റെ അച്ഛൻ ചിലപ്പം മദ്യപാനി ആയിരിക്കും, അല്ലെ വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും, രാത്രി പഠിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന വീടായിരിക്കും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് ഒരു കുറേ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ആ ഔട്ട്കമ്മിനെ എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നതാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. മനസ്സിലായല്ലോ. എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് ഇപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെയും പറയാം, അല്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ മുമ്പ് പറഞ്ഞത് ഈ ചെടിയുടെ കാര്യമായിരുന്നു അല്ലേ. സൂര്യപ്രകാശത്തിൽ ഒരു ചെടി വെക്കാം, മറ്റേ ചെടി സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് വെക്കാം. അപ്പോൾ നമ്മളാണ് അവിടെ എക്സ്ട്രേനിയസ് വേരിയബിൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സൂര്യപ്രകാശം കൊടുക്കാതെ ഒരെണ്ണത്തിന് നിർത്തുക, ഇൻഡിപെൻഡൻറ്റ് പോലെ തന്നെ. അപ്പം അതിന് പറയുന്ന മറ്റൊരു പേരാണ് ആർട്ടിഫാക്റ്റ് കേട്ടോ. ആർട്ടിഫാക്റ്റ് പുറത്തുനിന്ന് വരുന്ന റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പുറത്തുനിന്ന് ബാധിതമാകുന്ന വേരിയബിളിനെ പറയുന്നതാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഓർക്കണേ, എക്സ്ട്രേനിയസ് വേരിയബിളും അതുപോലെ തന്നെ ഇൻ്റർവീനിങ് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇൻ്റർവീനിങ് വേരിയബിൾ എന്ത് വരുന്നു? ഇൻ്റർവീനിങ് വേരിയബിളും ഇതും തമ്മിൽ പലർക്കും മാറിപ്പോകുന്നുണ്ടായിരുന്നു. ഇൻ്റർവീനിയൻ വേരിയബിളിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ മീഡിയേറ്റർ വേരിയബിളാണ്. ഈ ഇൻ്റർവീനിയൻ വേരിയബിൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഇൻ്റർവീനിങ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ക്യാൻസർ ഓർത്താൽ മതി കേട്ടോ. ലങ് ക്യാൻസറാണ് നമ്മളതിന് എക്സാമ്പിൾ പഠിച്ചത്. ലങ് ക്യാൻസറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പറയും ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലേ. ഇപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ പറയുന്ന ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അപ്പം സ്പോഞ്ചിന് എന്താണ് ക്യാൻസർ, നിങ്ങൾക്ക് ഈ നഗരത്തിന് ഇതെന്ത് പറ്റി. അപ്പം അതുപോലെ എന്ത് ചെയ്തു, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മുന്നേ പറയുന്നത് എന്താണ്, പുക വലിച്ചു അതുകൊണ്ട് ക്യാൻസർ വന്നു. പക്ഷേ 1 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ വരുന്നുണ്ട്, അത് കൊച്ചു പുക വലിച്ചിട്ടാണോ?
അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ലങ്സിലെ ടിഷ്യൂവിൻ്റെ ഡാമേജാണ്. അപ്പോൾ അതാണ് ഇൻ്റർവീനിങ് വേരിയബിൾ. ഈ ടിഷ്യൂ ഡാമേജ് എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്ന അതിനെ എന്താണ് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആ ഒരു കാര്യം ടിഷ്യൂ ഡാമേജാണ്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഡാമേജ്, അതിൽ നിന്നാണ് ലങ് ക്യാൻസർ. അപ്പോൾ ആ ടിഷ്യൂ ഡാമേജാണ് ഇൻ്റർവീനിങ് വേരിയബിൾ. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ, മറ്റേതിനെ അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്ട്രേനിയസ് വേരിയബിളിൻ്റെ പേര് ആർട്ടിഫാക്റ്റ് എന്നാണ്. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ആൻ extraneous variable is any variable that you are not investigating that can potentially affect the outcomes of your research study. If left uncontrolled, extraneous variables can lead to inaccurate conclusions about the relationship between independent and dependent variables. അപ്പോൾ അതിൻ്റെ പേര് ആർട്ടിഫാക്റ്റ് എന്നാണ്. ഈ അതേ ചോദ്യപേപ്പറിൽ തന്നെ അതിൻ്റെ രണ്ടാമത്തെ സെറ്റിൽ ഇത് വന്നിട്ടുണ്ട് പിന്നെയും കേട്ടോ. 6 തിങ്കിങ് ഹാർട്ട് സിസ്റ്റം ചോദിച്ചിട്ടുണ്ടേ. അത് ചോദിച്ചിരിക്കുന്നത് എ ഫോം ഓഫ് പാരലൽ തിങ്കിങ്, അതിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരേ പ്രാവശ്യത്തെ രണ്ട്, അതായത് ഷിഫ്റ്റ് 1ഉം 2ലും ചോദിച്ചിരിക്കുന്നതാണ്. 6 തിങ്കിങ് ഹാർട്ട് സിസ്റ്റത്തിൽ എ ഫോം ഓഫ് പാരലൽ തിങ്കിങ് വരുന്നത് ഏതിലൊക്കെയെന്നാണ്. എ ഫോം ഓഫ് പാരലൽ തിങ്കിങ് വരുന്നത് ഏതിലൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ ബ്രൗൺ ഹാർട്ട്, വൈറ്റ്, വയലറ്റ്, റെഡ്, ബ്ലാക്ക്. ബ്രൗണ് ചുമ്മാ എഴുതി വെച്ചോ, ബ്രൗണ്, വൈറ്റ്, വയലറ്റ്, റെഡ്, ബ്ലാക്ക് ആയിരുന്നു ചോദിച്ചത്. എ ഫോം ഓഫ് പാരലൽ തിങ്കിങ്, പാരലൽ തിങ്കിങ്. ആൻസർ നിങ്ങൾ എഴുതിയായിരുന്നു, ABCD എഴുതിയായിരുന്നോ? ബ്രൗൺ, വൈറ്റ്, വയലറ്റ്, റെഡ്, ബ്ലാക്ക്, ബ്ലാക്ക്. ആൻസർ BDE. ഒരു വട്ടം പറഞ്ഞുകൊണ്ട് ഇനി പറയുന്നില്ല. BDE. നെക്സ്റ്റ് ചോദ്യം കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അക്കോർഡിംഗ് ടു റോബിൻസ് എറ്റ് ആൾ, റോബിൻസ് അക്കോർഡിംഗ് ടു പേരാണ് റോബിൻസ്, എറ്റ് ആൾ, AL, എറ്റ് ആൾ, the sequence of barriers to effective communication in an organization is അപ്പം ഇങ്ങനെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് അതുമായി ബന്ധപ്പെട്ട് പുതിയതായി വരുന്ന പഠനങ്ങളിൽ നിന്ന് വരാം, അല്ലേ നമ്മളിപ്പോൾ പഠിച്ചു വച്ചേക്കുന്ന അനുസരിച്ച് ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇതൊക്കെ വരാം. അപ്പം പിന്നെന്താ പറയുക, അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഈ കമ്മ്യൂണിക്കേഷൻ്റെ പുതുതായി വരുന്ന ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ ചോദ്യം പഠിക്കുന്തോറും അടുത്ത വർഷവും എന്ത് ചെയ്യാം, ഇതേ ചോദ്യം ആവർത്തിക്കാം. അങ്ങനെയുണ്ട്. ഷിഫ്റ്റ് 1ലും 2ലും ആവർത്തിക്കുന്ന അതുപോലെ തന്നെ അടുത്ത എക്സാമിനും എന്ത് ചെയ്യാം, ഇത് ആവർത്തിക്കാം. അതുകൊണ്ട് നന്നായിട്ട് വായിച്ച് അത് തറവാക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക കൂടുതലായിട്ട്. അത് പോയിൻറ്റ്സ് ആയിട്ട് തന്നിരിക്കുന്ന A ലാംഗ്വേജ്, B ഇമോഷൻസ്, C selective perception, D information load, E filtering. Sequence of barriers ആ ചോദിച്ചിരിക്കുന്നത്. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ the deliberate manipulation of information to make it appear more favorable to the receiver. Make it appear more favorable to the receiver. രണ്ടാമത്തത് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ what people see and hear influenced by their attitudes, background and experience. മൂന്നാമത്തത് ഇൻഫർമേഷൻ ഓവർലോഡ്. ഇൻഫർമേഷൻ അവൈലബിൾ exceeds processing capacity. അടുത്തത് ഇമോഷൻസ്
Interpretation of a message affected by the way of receiver feels. Affected by way of receiver feels. Language. Next, language. Meaning of words differs among people with diverse backgrounds. Meaning of words differs among people with diverse backgrounds. ഇതാണ് 5 എണ്ണത്തിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. ആൻസർ അതിൻ്റെ സീരീസായിട്ട് അത് ചോദിച്ചിരിക്കുന്നുണ്ടോ? സീക്വൻസ് ഓഫ് ബാരിയേഴ്സ് ഓഫ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ ബി ഡി ഇ സി അങ്ങനെയൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ അതിൻ്റെ ആൻസർ ECDBA എന്നാണ്. ECDBA. ഇ എന്ന് പറഞ്ഞാൽ ഫിൽറ്ററിങ് ആണ് ആദ്യം വരിക. സി എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് പെർസെപ്ഷൻ. ECDBA. ഡി ഇൻഫർമേഷൻ ലോഡ്. ബി ഇമോഷൻ. അവസാനം എ ലാംഗ്വേജ്. ഇങ്ങനെയാണ് റോബിൻസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫിൽറ്ററിങ്, സെലക്റ്റീവ് പെർസെപ്ഷൻ, ഇൻഫർമേഷൻ ലോഡ്, ഇമോഷൻ, ലാംഗ്വേജ്. ഇതാണ് സീരീസ്. ഓക്കെ, ഒരു ചെറിയ ചോദ്യം കൂടി എഴുതായിരുന്നു. വിച്ച് മെമ്മറി ഈസ് യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് എ പ്രൊസസ്സർ? വിച്ച് മെമ്മറി ഈസ് യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് എ പ്രൊസസ്സർ? പ്രൊസസ്സറിൻ്റെ പാർട്ട് ഏതാണെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക്, റാം, രജിസ്റ്റേഴ്സ്, റോം. ഹാർഡ് ഡിസ്ക്, റാം, രജിസ്റ്റേഴ്സ്, റോം. അല്ല, ഞാൻ എപ്പോഴും ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ അന്നും ഇതുപോലെ തന്നെ പറഞ്ഞു, തെറ്റായി. രജിസ്റ്റേഴ്സ് ആണ് കേട്ടോ. പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ ഏത് മെമ്മറിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ അത് രജിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റം രജിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അതാണ് കേട്ടോ. ഓക്കെ, ഇനി തെറ്റിക്കരുതേ, അതാണ് ഇതിനകത്ത് വ്യത്യാസം. രജിസ്റ്റേഴ്സ് ആർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി യൂസ്ഡ് ടു ക്വിക്ക്ലി ആക്സെപ്റ്റ്, സ്റ്റോർ ആൻഡ് ട്രാൻസ്ഫർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ ബീയിങ് യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ബൈ ദി CPU. എഴുതി വെച്ചോ ആ സെൻറ്റൻസ്. രജിസ്റ്റേഴ്സ് ആർ എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി used to quickly accept, store and transfer data and instructions that are being used immediately by the CPU. The registers used by the CPU are often termed as processor registers. The registers used by the CPU are often termed as processor registers. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം.